മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ, എൻ്റെ കുടുംബത്തിലുള്ളവരിൽ ഒരാളുടെ മകളുടെ വിവാഹമായിരുന്നു. തൃപ്പൂണിത്തുറയിൽ വെച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി മംഗലാപുരത്ത് നിന്ന് തൃപ്പൂണിത്തുറ, എറണാകുളം തുടങ്ങിയ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തവരാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന 40,000 ഹിന്ദുക്കളെ കൊന്ന 1410 ക്ഷേത്രങ്ങൾ നശിപ്പിച്ച ആ ഒരു കൊലയാളിയുടെ തുല്യനായിട്ടുള്ള ഒരു പുണ്യവാളനെ ഭയപ്പെട്ട് കൊങ്കണിമാര് ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മാതിരി വന്നവരല്ല, മറിച്ച് തിരുവനന്തപുരത്തെയും തിരുവിതാംകൂർ രാജാവിൻ്റെയും കൊച്ചി രാജാവിൻ്റെയും സാമൂതിരിയുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരും അസിസ്റ്റന്റുമായിട്ട് വന്നവരായിരുന്നു മംഗലാപുരത്ത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. സാധാരണഗതിയിൽ ഒരു തരത്തിൽ സ്വാർത്ഥതയുടെ പരമകാഷ്ഠയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ കാര്യം, നമ്മുടെ നിലനിൽപ്പ്, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ മക്കള്, അങ്ങനെ മാത്രം ജീവിച്ചിരുന്നവരാണ്. പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉച്ചഭക്ഷണം, പൂണൂലിട്ടവർക്ക് കിട്ടുന്ന ഭക്ഷണം, അതൊക്കെ കൊണ്ട് ഒരു പണിയെടുക്കാണ്ട് ജീവിച്ചിരുന്നവരാണ്. പെട്ടെന്ന് ക്ഷേത്രങ്ങളിലെ അന്നദാനവും ഇതൊക്കെ അങ്ങോട്ട് നിർത്തിയപ്പോൾ തന്നെത്താനെ പണിയെടുത്ത് തുടങ്ങി നല്ല രീതിയിൽ വികസിച്ചു. ഇപ്പം നല്ല ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ബിലോ ആവറേജിലെ ഒരു വ്യക്തിയും നമ്മുടെ സമുദായത്തിൽ ഇല്ല. ബിലോ ആവറേജിലെ ഒരു വ്യക്തിയും ഇല്ല. പണ്ട് കുറച്ചൊക്കെ മാറിയവരായിരുന്നു. ഇപ്പൊ പൂജ, വേദ പഠനം, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്, നല്ല രീതിയിലുണ്ട്. എല്ലാവരും റിച്ചാണ്. അപ്പോൾ അവരും അപ്പോഴും നമ്മുടെ കാര്യം, എൻ്റെ വീട്, എൻ്റെ ഇത്, പരദൂഷണവും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇന്നലെ ഒരു 10,500 പേര്, ഇന്നലെ എൻ്റെ അടുത്ത കുടുംബ ബന്ധുവിൻ്റെ, എൻ്റെ അനിയൻ്റെ മകളുടെ കല്യാണത്തിന് തൃപ്പൂണിത്തുറയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോടിത് പറയാനുള്ള സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരണാതീതമാണ്. ശരിക്കും പറയുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് വരെ കൂടുന്നുണ്ട്. കാരണം അസാധാരണമാം ലെവലിൽ ധാരാളം ഡോക്ടർമാരും ധാരാളം എഞ്ചിനീയർമാരും നല്ല വൻകിട ഹോട്ടൽ ഉടമസ്ഥർ, ഭീമ ജ്വല്ലറി, ഭാരത് ടൂറിസ്റ്റ് ഹോം, വുഡ്ലാൻഡ്സ്, പിന്നെ ബിൽഡോസ പെയിന്റ്, ഡ്യൂക്സം പെയിന്റ് തുടങ്ങിയ കമ്പനി നടത്തുന്നവർ, നല്ല ഹൈ ലെവലിലുള്ള ഹോട്ടലുകൾ നടത്തുന്നവരൊക്കെ ധാരാളം പേരുണ്ട്. അവരെല്ലാം ഇന്നലെ പറഞ്ഞത് ഞങ്ങളുടെ പ്രധാന സ്പെയർ ടൈം യൂട്ടിലൈസേഷൻ, ടൈം പാസ് എന്നല്ല പറഞ്ഞത്, സ്പെയർ ടൈം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ സാറിൻ്റെ പ്രഭാഷണങ്ങൾ, ചിദാനന്ദപുരിയുടെ പ്രഭാഷണങ്ങൾ, നല്ല നല്ല കമൻറ്റുകൾ, നല്ല നല്ല രാഷ്ട്രത്തിൻ്റെ ഉപദേശങ്ങൾ, അറിയാവുന്ന പൈതൃക സന്ദേശങ്ങൾ, ഇത് മുഴുവനും ഞങ്ങൾ വാട്സപ്പിലൂടെ സ്പ്രെഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത ബന്ധു കേരളത്തിൽ ആംബുലൻസിൽ ഒരു ഹാർട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയിട്ട് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് ഹാർട്ട്. അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഉൾപ്പെടെ, പിന്നെ ഈ കിംസിലെ കുറേ ഡോക്ടർമാർ, പിന്നെ എറണാകുളത്തെ കുറേ ഡോക്ടർമാർ, ഇവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം ഇരുന്ന് ഒക്കെ മംഗലാപുരത്ത് വന്ന റൂട്ടുള്ളവരാണ്. MBA-ക്കാര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അവരെല്ലാം പറയുന്നത് നമ്മൾ അഭിമാനത്തോടു കൂടി ഇനി ഹിന്ദുവാണെന്ന് പറയണം. അല്ലാണ്ട് മറ്റുള്ളവർക്ക് മതം മാറ്റാനും അവഹേളിച്ച് നമ്മുടെ പെണ്ണുങ്ങളെ കെട്ടാനും ലവ് ജിഹാദിനും ഒക്കെ അനുവാദമുണ്ട്, ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാമെന്നുള്ളതുണ്ട്. ആ കാലമൊക്കെ പോയി. നമ്മൾ ചങ്കൂറ്റത്തോടുകൂടി തുറന്ന ഹിന്ദുവാണെന്നും നമ്മൾ ഹിന്ദു മാത്രമാണെന്നും നമ്മളുടെ വീടുകളിൽ ഇനി നെഗറ്റീവ് വരാതിരിക്കാനും ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും തുറന്ന ആധുനിക ലോകത്തിലെ സർവ്വതും ഉപയോഗിച്ച് പ്രതികരിക്കാനും ഹിന്ദു ധർമ്മം പഠിപ്പിക്കാനും ശ്രമിക്കണമെന്ന് മാത്രമല്ല, എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, സബ് ഗ്രൂപ്പുണ്ട്. ഉദയഭാരതം എന്ന് കേൾക്കാത്തവർ അതിനകത്തില്ല. എനിക്ക് അത്ഭുതമായിരുന്നു അത്. 10,400 പേര് വന്നതിൽ ഒരു 350 പേര് ഈ വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ ഉദയഭാരതത്തിലെ മെമ്പേഴ്സാണ്. ഒരു കൊല്ലം മുമ്പ് വരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിൽ ഇന്ന് അവർ മാറിയിരിക്കുന്നു. അത് ഞാൻ എന്നും പറയാറുണ്ട്. നമ്പൂതിരിമാര്, യോഗക്ഷേമ സഭ, NSS, SNDP, പുലയ മഹാസഭ, നാടാര്,
തുടങ്ങി എല്ലാ അയ്യര് അയ്യങ്കാര് തുടങ്ങിയ എല്ലാ വിഭാഗക്കാരും എന്നെ പ്രഭാഷണത്തിന് വിളിക്കാറുണ്ട്. നമ്മുടെ സമുദായത്തിന് മാത്രം വലുതായിട്ടില്ല. പക്ഷെ ഈ 6 മാസത്തിൽ ഒരു 6-7 പ്രാവശ്യം പ്രഭാഷണത്തിന് വിളിച്ചു. അവർ നമ്മളുടെ സ്കൂളുണ്ട്, 10ാം ക്ലാസ് പ്ലസ് 2 വരെയുള്ള സ്കൂളിൽ അഡ്വൈസറായിട്ട് ഇടുകയും ചെയ്തു. തൃപ്പൂണിത്തുറയിലുള്ള ശ്രീ വെങ്കടേശ്വര സ്കൂളിൽ അടിമുടി മാറുന്നൊരു കാഴ്ച. ഈവൻ പുരോഹിതന്മാരെന്നൊക്കെ പറഞ്ഞാൽ തനി അന്ധവിശ്വാസത്തിന്റെ കൂത്തരങ്ങായിരുന്നു നമ്മളുടെ ആചാര്യന്മാർ. അവരൊക്കെ അൾട്രാ മോഡേൺ ആണ്. നല്ല നല്ല അസല് ബൈക്ക്, ചിലർക്ക് കാറ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് ടെലിഫോൺ, നല്ല രീതിയിൽ മന്ത്രവും പറയാനറിയാം, എല്ലാം അറിയാവുന്ന ഒരു ലെവല്. ഇത് ഞാൻ ഒരു സമുദായത്തിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിലും മാറ്റം ഒരിക്കലും മാറില്ലെന്ന് ധരിച്ചിരുന്ന ഒരു സമുദായത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മാറണം. ആരെങ്കിലും മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇന്നലെ വേറെ ഒരു വലിയ ഡോക്ടറുടെ ഗ്രൂപ്പുമാർ പറയുകയുണ്ടായി, ഞങ്ങളൊരു പ്രത്യേക ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, മഹാജ്യോതിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു റിസർച്ച് ലാബറട്ടറി ആയിട്ട് അതിനെ കൊണ്ടുവരാൻ പോവാണ്. നമ്മുടെ പൈതൃകമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഹെൽപ്പൊക്കെ വേണമെന്ന് എന്നോട് പറയുകയുണ്ടായി. നല്ല ഡോക്ടർമാരാണ്, ഒരു 6 ഡസൻ ഡോക്ടർമാരുണ്ട്, ഒക്കെ MBBS MD. അതിൽ ഒരു ഡോക്ടർ ബഹ്റിൻ്റെ രാജാവിൻ്റെ അഡ്വൈസറായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് നീട്ടി വലിച്ച് എന്തെങ്കിലും പറയാനില്ല, എല്ലാം പറഞ്ഞത് ഒരു പോയിന്റാണ്. എങ്ങനെയാണ് ഒരു സമുദായം മാറിയത്, വ്യക്തികൾ മാറിയത്, പ്രായമായവർ പോലും മാറിയത് എന്ന് അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയുമ്പോൾ നമുക്കത് സാധിക്കില്ല, നമുക്കത് പറ്റില്ല, എൻ്റെ ഏജ് ഇതാണ്, എനിക്കത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് മറ്റ് പ്രാരബ്ധങ്ങളുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്, ഇതൊന്നും പറയേണ്ട അവസരമല്ല. ഇപ്പോൾ ഈ മതപരിവർത്തനത്തിനെതിരെയും ഹിന്ദു ധർമ്മത്തിന് എതിരെ രാഷ്ട്രീയക്കാരും നിരീശ്വരവാദികളും യുക്തിവാദികളും ചെയ്യുന്നതിനൊക്കെതിരെ അതിശക്തമായിട്ട് ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, പ്രതികരിക്കാനും അതേ സമയത്ത് പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. അത് ജനത സ്വീകരിക്കുന്നു എന്ന് ഒരു കാരണവശാലും പ്രവർത്തനോന്മുഖമാകുമെന്ന് ധരിക്കാത്തൊരു സമുദായം പോലും അതിഗംഭീരമായിട്ട് പ്രവർത്തനോന്മുഖമായി, കർമ്മോന്മുഖമായി എന്ന് ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത്. അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏത് വിഭാഗക്കാരായാലും, പണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ മാതിരി, ഇപ്പൊ വെള്ളാപ്പള്ളി ഒന്നും പറയുന്നില്ല, നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഹിന്ദുധർമ്മം പഠിക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രതികരിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടേണ്ട ഈ കാലം ഏറ്റവും തികഞ്ഞിരിക്കുന്ന സമയമാണിത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടി. ഒന്ന്, ഭരണകർത്താക്കൾ കാണിക്കുന്ന ഹിന്ദു വിരോധം, യുക്തിവാദികൾ കാണിക്കുന്ന ഹിന്ദു വിരോധം, ഈ പ്രത്യാശയുടെ പ്രതീകം എന്ന് പറയുന്ന കുരിശുപയോഗിച്ച് ഓരോരുത്തരും കാണിക്കുന്നത്, അതുപോലെ അച്ഛന്മാര് ദിവ്യഗർഭം നൽകിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പള്ളി മുമ്പോട്ട് വരുന്നത്, ശരിക്കും പള്ളിക്കാരുടെ ഇടയിലും മറ്റെല്ലാം നല്ല രീതിയിൽ എതിർപ്പ് വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കേണ്ട കറക്റ്റ് ടൈമാണ്. എല്ലാവരും അതിന് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ലീഡർഷിപ്പ് കൊടുക്കാൻ സാധിക്കുന്നവർ ലീഡർഷിപ്പ് കൊടുക്കുക, ഫോളോവർഷിപ്പ് കൊടുക്കാൻ സാധിക്കുന്നവർ ഫോളോവർഷിപ്പ് കൊടുക്കുക, പുതിയ പ്രോജക്റ്റുകൾ ചെറുത്, ഈച്ച് ഹിന്ദു വൺ മിഷൻ, ഓരോ ഹിന്ദുവിനും ഒരു ദൗത്യം, എന്താ പറ്റുകയെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വേറൊരാളോട് ചോദിക്കുന്നതിന് പകരം തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ കണ്ടതും കേട്ടതും ഇന്നലെ അനുഭവിച്ചത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കണമെന്ന് എക്സാമ്പിൾ പറയാനാണ്. ഒരു ന്യൂസ് തരാനല്ല, ഇൻഫർമേഷൻ തരാനല്ല, ബട്ട് നോളജും വിസ്ഡവും തരാൻ വേണ്ടിയിട്ടാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.